മോർണിംഗ്. സുപ്രഭാതം. ഞാൻ നിന്നെ വിളിക്കണം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. എന്താ അമ്മേ? നാളെ വിഷു ആണെന്നറിയാലോ. ആ. ഇപ്പൊ വിഷുവിന്റെ അന്നും വിഷുവിന്റെ തലേ ദിവസവും ആ. മീനും ഇറച്ചിയൊന്നും കഴിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കും. എന്റെ പൊന്നമ്മ, ആരേലും വിഷുവിന് മത്സ്യമാംസാദികള് കഴിക്കുവോ? അങ്ങനെ ചെയ്യുവാണെങ്കിൽ നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കും. ഉദ്ദിഷ്ട കാര്യസിദ്ധി, അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. ആണോ? ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ചാ വിളിപ്പുറത്താ. നമ്മുടെ തറവാട്ടില് ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന സ്ത്രീകള് കലാകാലങ്ങളായി ചെയ്തിരുന്നാണിത്. നീ നോയമ്പെടുക്കുമ്പോ വീട്ടിലെ എല്ലാ അംഗങ്ങളും നോയമ്പെടുക്കണം. അപ്പൊ മോളും ഇത് ചെയ്യുവാണെങ്കിൽ മോൾക്കും സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കും. ആണല്ലേ അമ്മേ? പിന്നെ ഞാൻ ഇന്നലെ ഒരു ജോത്സ്യരെ വിളിച്ചപ്പോ പറഞ്ഞു എനിക്ക് കണ്ടകശനിയാന്ന്. അതെന്നെ മറ്റേ കെട്ടിയോനായിരിക്കും. അങ്ങനെ ആവാം. അതല്ല അമ്മ, എനിക്ക് സിനിമയൊന്നും കിട്ടുന്നില്ല. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ മാരണത്തിന് കെട്ടി ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഒരു അവസരവും വരുന്നില്ല, ഒന്നും നടക്കുന്നില്ല അമ്മ. ഞാൻ ഭയങ്കര ഡെസ്പാ. ഞാനേ നോൺ വെജ് കഴിക്കാണ്ടിരിക്കാം. ഞാൻ വേണമെങ്കിൽ ഈ വർഷം മുഴുവനും കഴിക്കാണ്ടിരിക്കാം. അതൊന്നും വേണ്ടിയിട്ടില്ല. നീ നോയമ്പെടുക്കുമ്പോ വീട്ടിലുള്ള ബാക്കി അംഗങ്ങളും നോയമ്പെടുക്കേണ്ടി വരും. നീ എങ്ങനെയാണോ അതേപോലെ അവരും ചെയ്യേണ്ടി വരും. ഇനി അവരെ നോയമ്പെടുത്തില്ലെങ്കിൽ അതിന്റെ പ്രശ്നം നിനക്കാം. അതുകൊണ്ട് അവരെ കൊണ്ട് നോയമ്പെടുപ്പിക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. ആണല്ലേ? അയ്യോ, ഇവന്മാരൊക്കെ പറഞ്ഞ കേക്കോന്ന് അറിയില്ല. എന്നാലും ഞാൻ പറയാം അമ്മ. കണി വെക്കുന്നില്ലേ? ഇന്നില്ലേ? കണി വെക്കാണ്ട് പിന്നെ നാളെങ്കിലും രാവിലെ എണീറ്റ് കുളിക്കണോട്ടോ. ഓക്കെ അമ്മ. ഞാനേ പുതിയ സെറ്റ് സാരി ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് ഞാൻ സെറ്റ് സാരി തന്നെ ഒന്ന് വിചാരിച്ചാ. ഇനി പോകണ്ട. വേണ്ട, എനിക്കുണ്ട്. ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരാം. ആയിക്കോട്ടെ. ഓക്കെ ഉമ്മ. ഇപ്പൊ അതാണ് കാര്യം. ശ്രീകൃഷ്ണ കടാക്ഷം. ഇവിടെ കാറ്റിന് സുഗന്ധം പോയത് വസന്തം. കംപ്ലീറ്റ് മണ്ഡലിയാണല്ലോ പടച്ചോനെ. ഹലോ, എന്താണ് പാട്ടും കൂത്തൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? നോമിങ്ങനെ ചുറ്റോടെ നിരീക്ഷിക്കായിരുന്നു. തെങ്ങിന്റെ മുകളിലൊക്കെ മണ്ഡലി കേറാൻ പറ്റും? ഇത്രയും ദൂരത്ത് എഴഞ്ഞു കയറാനുള്ള കഴിവൊന്നും മണ്ഡലിക്ക് കൊടുത്തിട്ടില്ലേ ദൈവം? അതല്ല മോളെ, തെങ്ങിന്റെ മണ്ടലി വലിച്ചാലേ തേങ്ങ അത്ര ശരിയായിട്ട് വരില്ല. അങ്ങനെ. അതെ, ഒരു കാര്യമുണ്ട്. എന്താ മോളെ? ഞാൻ എന്റെ ജാതകമൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കിപ്പിച്ചു. നോക്കണം. എനിക്ക് എന്തുകൊണ്ടാണ് സിനിമയിൽ അവസരം കിട്ടാത്തെന്ന് അറിയോ? ആ പുഷ്കുള്ളതുകൊണ്ടായിരുന്നു. പുഷ്കും കിഷ്കും ഒന്നും അല്ല കാരണം. ശനി, കണ്ടകശനി, വേറെ ഒന്നും അല്ല കാരണം. കണ്ടകശനി കൊണ്ടേ പോകുന്നു. കൊണ്ടേ പോവുള്ളൂ. കൊണ്ടുപോകാൻ വിടാൻ പറ്റുമോ? എന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പക്ഷെ വേറൊരു കാര്യമുണ്ട്. ശുക്രൻ ഇങ്ങനെ ആ മറയത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. ഉദിക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട്. ഈ ശ്രീകൃഷ്ണൻ വിചാരിച്ച ആ ഉദിക്കാതെ നിൽക്കുന്ന കൃഷ്ണനെ ഇങ്ങോട്ട് ഉദിപ്പിക്കാൻ പറ്റുന്ന പറയുന്നത്. അതെ, പറഞ്ഞു നോക്കിയാൽ മതി. പക്ഷെ നമ്മളങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കള്ളകൃഷ്ണൻ കേൾക്കും തോന്നുന്നുണ്ടോ? മാമന് തോന്നുന്നുണ്ടോ? അപ്പൊ ഞാൻ വ്രതം എടുക്കാൻ തീരുമാനിച്ചു. ഇന്നും നാളെയും. നാളെ വിഷു ആണല്ലോ അല്ലേ? അപ്പൊ ഞാൻ കട്ടയ്ക്ക് വ്രതം എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ മറ്റേ ഇതിനകത്തെ നന്ദനത്തിലെ നവ്യ നായരെ പോലെ ആയിരിക്കും 2 ദിവസം. ഭയങ്കര ഭക്തിമാർഗത്തിലാ. അതുകൊണ്ട് നോൺ വെജ് സാധനങ്ങള് ആ പടി കടന്ന് ഇങ്ങോട്ട് കേറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. ഇല്ല, മോള് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഇല്ല. ഇല്ലാലോ? പിന്നെ സുബു കിബു ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ കേറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. എന്തു വർത്താനാ മോളെ ഈ പറയുന്നത്? മോളമ്മയും മോളും എനിക്ക് ഒരേപോലെ, വാലും തലയും പോലെയാണ്. അല്ല, അതേപോലത്തെ ബഹുമാനാണ് പറയുന്നത്. അത്രയ്ക്ക് ബഹുമാനം വേണ്ട. എനിക്ക് തരേണ്ട ബഹുമാനം എനിക്ക് തന്നാ മതി. ഓക്കേ? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ശരി. മനസ്സിലാക്കിയിരിക്കണു. മനസ്സിലാക്കിയാ മോമന് കൊള്ളാം. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ വെജ് കൂട്ടിയ ചരിത്രമല്ലേ, നോൺ വെജ് കൂട്ടിയിട്ടുള്ളൂ. പിന്നെ മീൻ്റെ ചാറില്ലാത്ത ചോറ് ഇവിടെ ഇറങ്ങില്ല. എന്നിട്ട് നമ്മളോടാണ് കളി. വേറെ ആളെ നോക്കണം. അങ്ങനെ വിഷു വന്നു. ഈ ക്രിസ്തുമസ് ഒക്കെ ഈ കഴിഞ്ഞിടയ്ക്കെന്നും പറഞ്ഞാലാണ് ഇങ്ങനെ കഴിഞ്ഞത്. അതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? നീ ഇവിടെ വന്നു 4 മാസമായി. സ്ക്രിപ്റ്റ് എഴുതാനാന്നും പറഞ്ഞു. നീ അത് പോട്ടെ. എത്ര വേഗമാണ് കാലഘട്ടം കടന്നു പോകുന്നതെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. മിന്നൽ മുരളി പോകുന്ന പോലെയല്ല അങ്ങോട്ട് പോകുന്നത്. ഇങ്ങനെ പോയാലൊന്നും ശരിയാവത്തില്ലെന്നാണ്. ഈ മാസത്തെ വാടകയും കടയിൽ കൊടുക്കാനുള്ള കാശുള്ളൂ. തമിഴിനെ ഇറക്കും. നീ വേറെ പണ്ട നോർത്ത് പാലത്തിൻ്റെ അടി കിടക്കത്തില്ലായിരുന്നു, അവിടെ തന്നെ പോയി കിടക്കേണ്ടി വരും. എന്നാ വർത്താനാടാ നീ പറയുന്നത്? പിന്നെ സ്ക്രിപ്റ്റ് എഴുതല്ലേ ഇവിടെ കൊണ്ടുവന്നത്. നല്ലൊരു ദിവസമായിട്ട് നീ ഇങ്ങനെ
എടാ എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഞാൻ കാര്യങ്ങൾ ഇത്ര സമയം എടുത്ത് ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള സാധനം എൻ്റെ അകത്തുണ്ട്. വേറെ പടങ്ങളുടെ കഥ എടുത്ത് കഥ ഈ ഒക്കത്തില്ല ആണേ. എടാ അതല്ലടാ, പുതിയ ഐഡിയാസൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിന്നോട് 1 മാസത്തിനുള്ളിൽ കിട്ടിയാൽ നോക്കാം. ഇല്ല, ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ആണോ? ഉറപ്പാണോ? അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വിഷു ആണ് ഇനി അടുത്ത വിഷയം. ആ കണി വെക്കണം, സാധനങ്ങൾ മേടിക്കണം. കഴിഞ്ഞ മാസം തൊട്ട് 2 സാരിയുടെ കാര്യം പറയുക. വിഷുവും സാരിയൊക്കെ തമ്മിൽ എന്താണ് ബന്ധം? അവർക്ക് അങ്ങനാടാ. എന്ത് വന്നാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം. എൻ്റെ അന്ന് 10 പൈസ ഇല്ല. എടാ നീ എന്തെങ്കിലുമൊക്കെ കണിയൊക്കെ ഒപ്പിച്ച് ആ കാര്യം ഒന്ന് ഹാപ്പി ആക്ക്. നീയും എൻ്റെ കൂടെ തന്നെ 4 മാസം കൊണ്ട് ഇവിടെ തന്നെ അല്ലേ താമസിക്കുന്നേ? എൻ്റെ അവസ്ഥ നിനക്കും അറിയാമല്ലോ. അതെനിക്കറിയാം. ഇവിടെ വാടക കൊടുത്തു പോകുന്നെങ്കിൽ തന്നെ മുത്തുവിനെ എന്തെങ്കിലുമൊക്കെ പേടിപ്പിച്ച് തന്നെ. എടാ നമ്മുടെ ഭാവി കാര്യങ്ങൾ ഓർത്തല്ലേ ഞാനും നിന്റെ കൂടെ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ ഭാവി വലിയ പ്രതീക്ഷയില്ല. എടാ നമുക്ക് സിനിമ ചെയ്യണ്ടടാ മുത്തേ. എനിക്ക് അതിലും വലിയ പ്രതീക്ഷയില്ല ഇപ്പോൾ. എടാ എനിക്ക് പ്രതീക്ഷയുണ്ട്, ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ അടുത്ത കൊല്ലം സിനിമ ചെയ്തിരിക്കും. വിഷു എന്താണെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കണം. കാരണം മലയാളികൾക്ക് വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വികാരം. ഏത്? നീ വിഷു എന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ടെൻഷൻ എന്താണെന്നറിയോ? വിഷു എന്ന് പറഞ്ഞാൽ അവളിപ്പോൾ വരും ശോഭന. എടാ നീ കുറേയും കൂടെ ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കേണ്ട സമയം കഴിഞ്ഞ്. നീ കല്യാണം കഴിഞ്ഞ് ഇനി കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തോരം ചിലവുള്ളത്. എൻ്റെ ചിലവിൽ താമസിക്കുന്നത് നീയാന്ന് എന്നെ ഉദ്ദേശിക്കുന്നേ? എടാ ഞാൻ നിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടെ നിൽക്കുന്നത്. അല്ലാണ്ട് എനിക്ക് പെണ്ണുമ്പിള്ളും കുട്ടികളൊന്നുമില്ല. എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. എനിക്ക് മേളിലാകാശം താഴെ ഭൂമി. നിൻ്റെ കാര്യം അങ്ങനെ അല്ലടാ. നിനക്കൊരു ഭാര്യയുണ്ട്. ഇനി ഉടനെ തന്നെ ചിലപ്പോൾ കുട്ടികളാവാൻ സാധ്യതയുണ്ട്. നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നീ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം. കഥ ഞാൻ എഴുതി തരാം, ബാക്കി കാര്യം നീ നോക്കിയാൽ മതി. എന്താ ഇരിക്കുന്നേ? നാളെ വിഷു അല്ലേ? നാളെങ്കിലും ഒന്ന് കുളിക്കോ? കുറച്ച് തലയിൽ വെള്ളം തെളിച്ചാ പോരെ? അല്ല 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞു ഡെയിലി തല നനച്ചാ മുടിയൊക്കെ പോകും. ആകെ മൊത്തം 2, 3, 4 മുടി ഉള്ളൂ. അല്ല 2 ദിവസം മുന്നേ കണ്ടായത് തല നിറച്ചിട്ടാണ് ബാംഗ്ലൂർ പോയിട്ട് കുളിക്കാതെ പോയിട്ട്. അതാ ഹോസ്റ്റലിലെ പിള്ളേരുടെ കിട്ടിയതാ. നാളെ നീ കുളിക്കാണ്ടല്ലേ അല്ലേ? നാളെ മര്യാദക്ക് കുളിച്ചോട്ടാ. നാളെ നല്ലൊരു ദിവസമാണ്. അതെ നീ എന്നാ എപ്പോഴാണ് എണീക്കാറുള്ളേ? അങ്ങനെയൊന്നുമില്ല, ഒരു 10 മണി അല്ലേ? നാളെ 7 മണിക്ക് തന്നെ എണീറ്റോ? കണി കാണാനുള്ളതാ. എനിക്കൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എടി വിഷു വരുമല്ലേ, നമുക്ക് കണി വെക്കണ്ടേ? പിന്നെ എന്തൊക്കെ സാധനം വേണ്ട, ലിസ്റ്റ് എടുക്ക്. നിങ്ങക്ക് ഞാൻ വാട്സപ്പിൽ അയക്കാം. എന്നെ കൊണ്ടൊന്നും പറ്റൂലട്ടാ. രാവിലെ 7 മണിക്ക് എണീക്കാൻ ഞാൻ ഇപ്പഴേ പറഞ്ഞു. 7 മണിയോ? അതാരാ പറഞ്ഞ 7 മണി? 5 മണിക്ക് എണീക്കണം. 5 മണിയാ? 5 മണിക്കാ ഞാൻ കിടന്ന് ഉറങ്ങണത് തന്നെ. എടി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കുടുംബ പാരമ്പര്യം അനുസരിച്ചിട്ട് രാവിലെ എല്ലാവരും നേരത്തെ എണീക്കണം. ഞാൻ മറ്റേ അമേരിക്കൻ ടൈമാ ഫോളോ ചെയ്യണത്. ഏത് ടൈമായാലും കൊള്ളാം. നിന്നോട് എല്ലാ ദിവസവും ഒന്നും പറയാറില്ലല്ലോ. ഇതുപോലെ വിശേഷ ദിവസം മാത്രമല്ലേ നാളെ എണീറ്റേ പറ്റത്തുള്ളൂ. അതിനിപ്പോ എന്താണ്, ഒരു 10 മണിക്ക് കണി കണ്ടാല് കണി എണീറ്റ് ഓടി പോകുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. ഐശ്വര്യം നഷ്ടപ്പെടുമെന്നാ പറയുന്നത്. എടി അതെ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എണീറ്റാ മാത്രം പോരാ, കുളിക്കണം. അല്ലെങ്കിൽ ഞാൻ കുളിക്കാത്ത പോലെ കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. കുളിക്കാറുണ്ട്, കണ്ടപ്പോ മനസ്സിലായി കുളിക്കാറുണ്ട്. എടി കണിക്കൊന്നയുടെ കാര്യം എനിക്ക് വലിയ ഉറപ്പില്ല. ഇതിപ്പോ മാർച്ച് കഴിഞ്ഞ് ഏപ്രിലായി, ഇപ്പൊ കിട്ടുമെന്ന് അറിയത്തില്ല. എന്താ ചെയ്യാൻ പറ്റുക? മഞ്ഞപ്പൂ പോരെ ആ കോളാമ്പി സെറ്റ് ചെയ്യാം. എന്ത് കോളാമ്പിയാ? പറ്റില്ല, കണിക്കൊന്ന് തന്നെ വേണം. കണിക്കൊന്ന് കിട്ടിയില്ലേ പിന്നെ എവിടുന്ന് പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാനാ? അത് നിങ്ങളെങ്ങനെ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് പൊട്ടിച്ചോണ്ടോ? അപ്പുറത്തെ പറമ്പിൽ ഇല്ലെങ്കിലോ? എവിടെന്നെങ്കിലും പോയി കൊണ്ടുവരണം തന്നെ കൊണ്ടുവരും. പ്ലാസ്റ്റിക് മേടിച്ചാലോ? ഞാൻ അതാ ആലോചിക്കുന്നത്. വല്ല പ്ലാസ്റ്റിക് പൂ മേടിച്ചോണ്ട് വരട്ടെ, മഞ്ഞപ്പൂവ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കണേ. അരി ഇവിടെ ഇരിപ്പില്ലേ? അരിയൊക്കെ ഉണ്ട്. ഇനി വേറെ എന്തൊക്കെയാ വേണ്ടേ? പിന്നെ വെള്ളരിക്ക വേണം. വെള്ളരിക്ക ഓക്കെ. നീ എന്താണെങ്കിലും ലിസ്റ്റ് ഒക്കെ എനിക്ക് പെട്ടെന്ന് അയക്കും. ഇപ്പൊ തന്നെ അണ്ണാ ചിക്കനും ബീഫൊന്നും ഇല്ലേ? അത് ശരിയാണല്ലോ. അതൊന്നും പറ്റില്ല, നല്ലൊരു ദിവസമായിട്ട് ഒന്നും പറ്റില്ല. കൊച്ചിന്റെ ആഗ്രഹമല്ലേ, നമുക്ക് നീ ചായച്ചു കൊടുത്തേക്കാവുന്നേ. നിനക്ക് ഇനി ഒന്നും മേടിക്കണ്ടല്ലോ. നിങ്ങളെ ആ കണിക്കൊന്ന മാത്രം വാങ്ങിച്ചാൽ മതിട്ടാ. ഇവിടെ പറഞ്ഞൊന്നും കേൾക്കാൻ നിൽക്കണ്ട. ഞാൻ കണിക്കൊന്ന് മാറ്റി തിന്നോ? വിശക്കണോ? ഇതേപോലെ ഇരിക്കണ്ട കുളിക്കാതെ. എന്നാ ഞാൻ ഇപ്പോഴേ കിടന്നങ്ങ് ഉറങ്ങിയേക്കാം. കുറച്ച് മണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഉറങ്ങാം. എപ്പോഴും നീ കൈ പിടിച്ചടങ്ങണം എന്തിനാ?